ഹായ് എവരി വൺ, ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ തേർഡ് സെമസ്റ്റർ അതുപോലെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം രജിസ്ട്രേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്നാണ് എക്സാം ഉണ്ടാവുക എന്ന് ചോദിക്കുന്നുണ്ട്. ഫിഫ്ത്ത് സെമ്മ് അതുപോലെ തന്നെ തേർഡ് സെമ്മ് എക്സാമുകൾ എന്നാണ് ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2024-25 അക്കാദമിക് കലണ്ടറിൽ പറയുന്ന രീതിക്കനുസരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ എന്നാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്, എൻഡ് ചെയ്യുന്നത്, റിസൾട്ട് എന്നാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തേർഡ് സെമസ്റ്ററിൻ്റെ കേസ് നോക്കാം, അതിനുശേഷം ഫിഫ്ത്ത് സെമ്മ് നോക്കാം. അപ്പോൾ അക്കാദമിക് കലണ്ടറിൽ ഫസ്റ്റ് ഇപ്പോൾ ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഡേറ്റുകളാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ആ ഒരു റോക്ക് നേരെയായിട്ട് വരുന്ന ഓരോ സെമസ്റ്ററുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ തേർഡ് സെമസ്റ്റർ ഫിഫ്ത്ത് സെമസ്റ്ററാണ് എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തേർഡ് സെമസ്റ്ററിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ തേർഡ് സെമസ്റ്റർ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 25/11/2024 എൻഡ് ചെയ്യുന്നത് 5/12/2024 എന്നാണ് ഇതിൽ പറയുന്നത്. അതായത് ഡിസംബർ 5 തന്നെ നവംബർ 25 മുതൽ ഡിസംബർ 5 എക്സാമുകൾ എൻഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുപോലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് 7/1/2025 ആയിരിക്കും എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. ജനുവരി 7 ശേഷം റിസൾട്ട് പബ്ലിഷ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. അതുപോലെ അടുത്തതായിട്ട് ഫിഫ്ത്ത് സെമ്മിൻ്റെ കേസ് നോക്കാം. അതുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. തേർഡ് സെമസ്റ്റർ അതുപോലെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമുകളൊക്കെ എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നവംബർ ഈ ഒരു ഫിഫ്ത്ത് സെം എക്സാം നവംബർ 5 സ്റ്റാർട്ട് ചെയ്ത് നവംബർ 15 എൻഡ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. അതായത് നവംബർ 5 15 ഇടയിലായിരിക്കും എക്സാം എന്നാണ് പറയുന്നത്. അതുപോലെ എക്സാം റിസൾട്ടുകൾ ഡിസംബർ 16 പബ്ലിഷ് ചെയ്യുമെന്നാണ് ഈ ഒരു അക്കാദമിക് കലണ്ടറിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് തേർഡ് സെമസ്റ്റർ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ തന്നെ എക്സാമുകൾ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. രജിസ്ട്രേഷൻ ചെയ്യാത്തവരൊക്കെ ഉടനെ തന്നെ എക്സാം രജിസ്ട്രേഷൻ ചെയ്തിടുക. ഓക്കെ, താങ്ക് യു.